നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാമ്പത്തിക പ്രതിസന്ധിയും പിൻവാതിൽ നിയമനങ്ങളും തുടങ്ങി കേരളത്തെ ഭരിച്ചു മുടിച്ചതിൽ LDF സർക്കാരിന്റെ പങ്ക് പൊതുജനം തന്നെ പറഞ്ഞു മടുത്ത കാലത്താണ് ഇപ്പോഴുള്ളത്. സഹിച്ച് സഖാക്കന്മാർ പോലും സ്വന്തം സർക്കാരിനെ പഴിക്കുന്ന സമയമാണ് ഇത്. എങ്കിലും ഇനി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഭരിക്കുന്നതൊക്കെ ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരവും LDF എന്ന് തന്നെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. മൂന്നാം തവണയും കേരളം ഭരിക്കാൻ അധികാരത്തിലേറാൻ LDFന് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് താരമായിട്ടുള്ള അഖിൽ മാരാർ. എതിർത്ത് നിൽക്കാൻ ശക്തനായ ഒരു പോരാളി പോലും ഇല്ലാത്ത പക്ഷം മൂന്നാം തവണയും അധികാരത്തിലേറാൻ LDFനെ കൊണ്ട് സാധിക്കും, അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് അഖിൽ മാരാർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഫേസ്ബുക്കിലൂടെയാണ് അഖിൽ മാരാർ ഇങ്ങനെ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം തന്നെ ജയിക്കും. കാരണം അത്രയേറെ ചിന്താശേഷിയില്ലാത്ത ഒരു പ്രതിപക്ഷമാണ് നമുക്കുള്ളത്. എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും അധികാരത്തിൽ എത്തുന്നതെന്ന് ഞാൻ പറയാം. നിലവിൽ വലിയ ഭരണവിരുദ്ധ വികാരമാണ് പിണറായി സർക്കാരിൽ ഉള്ളത്. ഏതാണ്ട് ഇതേപോലെ ആയിരുന്നു 2016 മുതൽ 2020 വരെയും. എന്നാൽ കോവിഡ് വന്നു, സാഹചര്യം മാറി, ജനമെല്ലാം മറന്നു, പിണറായി പുണ്യാളനായി. 750 കോടി കയ്യിലുണ്ടായിട്ടും നിരവധി ഓഫറുകൾ ലഭിച്ചിട്ടും നാളിതുവരെ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വേണ്ടി ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ആ മനുഷ്യരെ ഇങ്ങനെ വലയ്ക്കുന്നത്? അവിടെയാണ് പാർട്ടിയുടെ ബുദ്ധി. 2025 പകുതിക്ക് ശേഷം വയനാട്ടിൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. 2026 മാർച്ച് മാസത്തോടെ കാര്യങ്ങൾ പൂർത്തിയാക്കും. അതോടെ പാവങ്ങളുടെ കണ്ണീര് ഒപ്പിയിട്ടുള്ള പിണറായി മഹാനായി മാറും. ഏകദേശം ഈ വർഷം അവസാനത്തോടെ ദേശീയപാത വികസനം കേന്ദ്രം പൂർത്തിയാക്കും. PR ആശാനായ മരുമോൻ മന്ത്രി സകല പെരിങ്ങോട്ടന്മാരെയും വെച്ച് നാട് മുഴുവൻ പാടി അറിയിക്കും ഇത് സർക്കാരിന്റെ നേട്ടമെന്ന്. വയനാടിന് വേണ്ടി നല്ലത് ചെയ്ത സർക്കാരിനെ എതിർക്കാൻ കോൺഗ്രസിന് കഴിയുമോ? ഇല്ല. നാഷണൽ ഹൈവേ മോദിയുടെയും നിതിൻ ഗഡ്കരിയുടെയും ഇച്ഛാശക്തിയുടെയും വിജയമാണ് എന്ന് കോൺഗ്രസിന് പറയാൻ പറ്റുമോ? അതുമില്ല. പെൻഷൻ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതിനേക്കാൾ ഉപരി ഓരോ മണ്ഡലങ്ങളിലും CPM മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അപ്പുറത്ത് അധികാര കൊതിമൂത്ത കടൽ കിഴവന്മാർ സീറ്റിനു വേണ്ടി പരസ്പരം കൊത്തിക്കേറും. ജയിച്ചാൽ മുഖ്യമന്ത്രി ആവണമെന്ന് മനസ്സിലാഗ്രഹിച്ചുള്ള ഓരോരുത്തരും പാർട്ടിയിലെ തന്റെ എതിരാളികളെ തോൽപ്പിക്കാൻ കൂടുതൽ ആഗ്രഹിക്കും. ഇന്നലകളിൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത പലരും മരണപ്പെട്ടു പോകുമ്പോൾ പുതിയ തലമുറയെ ഒരു രീതിയിലും ഈ പാർട്ടി ആകർഷിക്കുന്നില്ല. അവർക്കാണെങ്കിൽ രാഷ്ട്രീയം തീരെ താല്പര്യവുമില്ല. അവർക്ക് ഇഷ്ടമുള്ള വിശ്വാസമുള്ള നേതാക്കന്മാരാണ് ഷാഫി, രാഹുൽ മാങ്കൂട്ടത്തിൽ, മാത്യു കുഴൽനാടൻ. ഇവരൊഴിച്ച് ആരുമില്ല എന്ന അവസ്ഥയാണ് പ്രതിപക്ഷ നിരയിലുള്ളത്. അതിനേക്കാൾ ഉപരി ഇടതുപക്ഷത്തെ വീണ്ടും അധികാരത്തിലെത്തിച്ച് നശിപ്പിക്കാനും അധികാരത്തിൽ നിന്നും കോൺഗ്രസിനെ മാറ്റി നശിപ്പിക്കാനും ചാണക്യതന്ത്രങ്ങൾ BJPയും ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം പാർട്ടിയെ ചടുലമാക്കൂ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥിയെ 6 മാസം മുമ്പ് തീരുമാനിക്കണം. അയാൾക്ക് എല്ലാ വാർഡിലെയും 100 വീടുകളിൽ നിന്ന് 150 രൂപ മാസം നൽകണം. 15,000 രൂപ മാസം ലഭിക്കുന്ന ഈ നിയുക്ത സ്ഥാനാർത്ഥി പൂർണ്ണസമയം പാർട്ടിക്ക് വേണ്ടി അന്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുക. പഞ്ചായത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്തി പൊതുമധ്യത്തിലെത്തിക്കുക. പാർട്ടി അത് ഏറ്റെടുക്കുക. വിശ്വാസമുള്ള ഒരുവൻ വിചാരിച്ചാൽ രാഷ്ട്രീയം നോക്കാതെ ജനം അവന്റെ കൂടെ നിൽക്കുകയും ചെയ്യും. ഓരോ വാർഡും പിടിച്ചെടുത്താൽ പഞ്ചായത്ത് നിയമസഭ പതിയെ കൂടെ വരും. നാളെ മുതൽ ഈ സർക്കാരിന്റെ ചെയ്തികളെ ചർച്ചയാക്കുക. വയനാട്ടിലെ ജനങ്ങൾക്ക് അർഹമായ നീതി എത്രയും പെട്ടെന്ന് നേടിക്കൊടുക്കുക. സർക്കാർ ചെയ്തതല്ല എന്നും പ്രതിപക്ഷം നേടിക്കൊടുത്തതാണ് എന്നും സമൂഹത്തെ ബോധ്യപ്പെടുത്തുക. കേന്ദ്ര പദ്ധതികൾ അഭിമാനത്തോടെ പിണറായി വിജയന്റെ അല്ല എന്ന് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് പറയാൻ കഴിയണം. ജയസാധ്യത മാത്രമായിരിക്കണം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അടിസ്ഥാനം. സ്വീകരിക്കാം, തള്ളിക്കളയാം. ഇടതുപക്ഷം നിലനിൽക്കാനും ഈ നാടിന് ഗുണമുണ്ടാവാനും ഭരണം മാറുന്നതാണ് നല്ലത്. കുറിപ്പ് അതിവേഗത്തിലാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത്. നിരവധി പ്രതികരണങ്ങൾ ഇതിന് പിന്നാലെ വരുന്നുണ്ട്. അഖിൽ മാരാറെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള നിരവധി പ്രതികരണങ്ങളാണ് ഈ പോസ്റ്റിന് കീഴിലായിട്ടും ഉണ്ടായിട്ടുള്ളത്. കിറ്റ് കണ്ടപ്പോൾ കണ്ണു തള്ളിയ മലയാളികളായതിനാൽ അഖിൽ പറഞ്ഞത് തന്നെയാണ് ഇനിയും നടക്കാൻ പോകുന്നത് എന്നതാണ് അഖിൽ മാരാറെ അനുകൂലിച്ചുകൊണ്ടുള്ളവർ പറയുന്നത്. മറുവശത്ത് പ്രതികൂലിക്കുന്നവർ പറയുന്നത് ലോകത്തെ മുഴുവൻ നയപരമായി ഒപ്പം നിർത്താൻ നിയമിതരായിരിക്കുന്ന അറിവുകൊണ്ടും പെരുമാറ്റം കൊണ്ടും ലോകപ്രശസ്ത
പ്രശസ്തമായിട്ടുള്ള ബഹുമാനപ്പെട്ട MP ആയിട്ടുള്ള ശശി തരൂരിന്റെ നേതൃത്വത്തിൽ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരെ പോലെ ചിന്താശേഷിയുള്ള ചെറുപ്പക്കാരെ അണിനിരത്തിക്കൊണ്ട് പാർട്ടി സംവിധാനം അല്ലെങ്കിൽ ഉപസംവിധാനം നിലവിൽ വരണം എന്ന് മറ്റു ചിലർ പറയുന്നു. മുൻ മുഖ്യൻ ഉമ്മൻചാണ്ടി സാറിന്റെ മകളെ പാർട്ടിയുടെ PR വർക്ക് ചെയ്യാൻ ഏൽപ്പിക്കണം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അനുഭാവികളെ ചേർത്തു നിർത്താൻ ഭരണകക്ഷിയുടെ കുറ്റങ്ങൾ നിരത്തുന്ന സ്ഥിര നടപടികൾ മാറ്റി നിർത്തി മതനിരപേക്ഷത മുഖ്യ അജണ്ടയാക്കി പുതിയ നയങ്ങൾ രൂപീകരിച്ച് ജനങ്ങളിൽ എത്തിക്കണം. നേതൃസ്ഥാനം നിലനിർത്താൻ എന്ത് പോക്രിത്വവും കാണിച്ച് തൊഴുത്തിൽ കുത്ത് നടത്തുന്നവരെ മൈൻഡ് ചെയ്യാതെ ഈ ഒരു പുതിയ സംവിധാനം വരുന്നതുവരെ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ കോൺഗ്രസിന് വിടുതലില്ല തുടങ്ങിയിട്ടുള്ള നിരവധി കമന്റുകളും ഇതിന് പിന്നാലെ വരുന്നുണ്ട്. എന്തായാലും അഖിൽ മാരാറിന്റെ ഈ ഒരു പ്രസ്താവനയും മൂന്നാം തവണയും പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്ന കാര്യവും ഒക്കെ വീണ്ടും ചർച്ചയാകുകയാണ്. ഇതിന് നിരവധി പേരാണ് പ്രതികരണവുമായി രംഗത്തെത്തുന്നത്.